ഒന്നിനെപ്പറ്റി ആലോചിക്കണ്ട. നന്നായിട്ട് ഉറങ്ങ്. എന്തിനാ നീ അങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതിന് നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് പ്രശ്നമായി ഈ പ്രായത്തിൽ? ഇങ്ങനെ സെൽഫിഷായി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിന്റെ അച്ഛനമ്മമാരെ പറ്റി നീ എന്താ ആലോചിക്കാഞ്ഞത്? അവരുടെ മനസ്സ് എത്ര വിഷമിക്കുമെന്ന് നീ എന്താ മനസ്സിലാക്കാഞ്ഞത്? മാം, നിങ്ങൾ പറയുന്ന പോലെ എന്നെപ്പറ്റി ആലോചിച്ച് കരയാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് എന്നെപ്പറ്റി ഓർക്കാനോ ആരെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കില്ലായിരുന്നു. എല്ലാവരെ പോലെ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഒരു കുറവില്ലാതെ സന്തോഷത്തോടെ ജീവിച്ച് എൻ്റെ 10ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാതെ വന്നൊരു ആക്സിഡൻറ്റിൽ എൻ്റെ അനിയത്തി മരിച്ചു. അച്ഛൻ അതോടെ തളർന്നു. ആ പ്രശ്നങ്ങളൊക്കെ മറക്കുന്നതിന് വേണ്ടിയാ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം അമ്മ കുറേശ്ശായിട്ട് മാറി സ്വന്തം ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. അതെല്ലാം കണ്ട് എനിക്ക് നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ ശരീരം മാത്രമല്ല, മനസ്സും മരവിച്ചു പോയി. അച്ഛന് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ആ വേദനയിൽ അച്ഛനും മരിച്ചു. എല്ലാവർക്കും സ്കൂളിലിരിക്കുന്നതിനേക്കാളും വീട്ടിലിരിക്കുമ്പോഴാണ് സന്തോഷം. എന്നാൽ എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ സ്കൂളും ഫ്രണ്ട്സുമാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ എന്നെപ്പോലെ ഇത്രയും വലിയൊരു പയ്യനുള്ളതാ. പെട്ടെന്ന് ഇന്നലെ എന്നെ ഫോൺ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം പോവാണെന്ന് അമ്മ വളരെ സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയി കളഞ്ഞു. I hate this life. I want to live with him. വിൽ പ്രകാരം നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. നമ്മുടെ വക്കീൽ നിനക്കെല്ലാം എത്തിച്ചു തരും. ബൈ ആൻഡ് ടേക്ക് കെയർ. ഏത് സ്വത്തിനേക്കാളും അമ്മയുടെ സ്നേഹം വലുതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു മാം. അതുകൊണ്ടാണ് ഞാൻ നിനക്കുണ്ടായ വേദന ആർക്കും താങ്ങാൻ കഴിയില്ല. ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ട് മരിക്കാൻ തീരുമാനിച്ച ആരും ഈ ലോകത്തിലുണ്ടാവില്ല. കളഞ്ഞിട്ട് പോയ നിന്റെ അമ്മയെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കണ്ട. ഈ ലോകം വളരെ വലുതാ. നിനക്ക് സ്നേഹം തരാനും നിന്റെ കൂടെ നിൽക്കാനും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചുമ്മാ ഒന്നുറങ്ങി എഴുന്നേറ്റ് പോലെ ഉള്ളൂന്ന് വിചാരിച്ചോ?